മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്മൾ ഭാഷ എന്ന് പറഞ്ഞ പോലെയാണല്ലോ സംഗീതം. അപ്പം ഏത് ഭാഷയും നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗ്രാമർ പഠിച്ചാൽ നമുക്ക് കൂടുതൽ അത് ഇപ്പോൾ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇപ്പം അറിയാമല്ലോ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതയോ 4 വരി ഒരു എഴുത്തെഴുതണമെങ്കിൽ പോലും ഗ്രാമർ എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ളതാണ്. അതറിയാതെ എഴുതാം ഇല്ലേ? എത്ര ആളുകൾ പിന്നെ മലയാള വ്യാകരണം പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാതെ ഒരു നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ടാലൻ്റാണ്. പക്ഷേ ടാലൻറ്റിനോടൊപ്പം തന്നെ കുറച്ച് ടാലൻ്റ് ഉള്ളവർക്ക് ഇത്തരം ഒരു പഠനം കൂടി വരുമ്പോഴത്തേക്ക് ആ വ്യാകരണം മനസ്സിലാവും. ഇപ്പം എങ്ങനെയാണ് സംഗീതത്തിൻ്റെ വ്യാകരണം മനസ്സിലാക്കാന്ന് വെച്ചാൽ അത് സംഗീത പഠനം. അതിപ്പോൾ ഏത് സംഗീതം പഠിച്ചാലും മതി. ഇപ്പം സ്വരസ്ഥാനങ്ങൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സംഗീതം പഠിക്കുന്നത്. അപ്പോൾ അത് വെസ്റ്റേൺ പഠിച്ചാലും മതി, ഹിന്ദുസ്ഥാനി പഠിച്ചാലും കർണാട്ടിക് പഠിച്ചാലും ഏത് സ്വരം എവിടെ നിൽക്കുന്നു എന്നും ഒരു പാട്ടിൽ ഒരു വാക്കിൽ ഒരു വാക്ക് തന്നെ പല സ്വരങ്ങൾ കൂടെ പോകും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു സ്വരസ്ഥാനത്ത് മാത്രം നിൽക്കും. അല്ലെങ്കിൽ ആ രാഗത്തിൽ ഒരു പ്രത്യേക രാഗത്തിൽ ചെയ്യുന്ന പാട്ടാണെങ്കിൽ ആ രാഗത്തിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് എവിടെയാണ് എൻ്റെ ശബ്ദം പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പഠനത്തിലൂടെ.